ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം. നമ്മുടെ പാവയ്ക്കയും മാങ്ങയും തേങ്ങ അരച്ച കറി. സാധാരണ പാവയ്ക്കയും മാങ്ങയും ചേർത്തിട്ടാണ് വയ്ക്കുക, പിന്നെ പാവയ്ക്ക കുടംപുളി ചേർത്തിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് കേട്ടോ. കുറേ ആളുകൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, കുറച്ച് പേർക്കൊക്കെ അറിയാത്ത റെസിപ്പിയുമാണ്. അപ്പോൾ ഈ കർക്കിടക മാസം നമ്മൾ കൂടുതൽ വെജിറ്റബിൾ കറികളാണ് കൂടുതൽ കഴിക്കുക. നോൺ വെജ് അധികം കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെജ് റെസിപ്പീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നോൺ വെജ് റെസിപ്പീസ് ചെയ്യാം. അപ്പോൾ ഈ പാവയ്ക്ക മാങ്ങക്കറിയുടെ ഒരു കോമ്പിനേഷൻ, എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കില്ലേ, ചെറുപയർ മെഴുക്കുവരട്ടിയും പാവയ്ക്കയും മാങ്ങയും ചേർത്ത് കഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല, ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാവയ്ക്കയും മാങ്ങയും തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാവയ്ക്കയും മാങ്ങയും കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു 200 ഗ്രാം വെയിറ്റുള്ള ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മാങ്ങ. അപ്പോൾ പുളി അനുസരിച്ച് മാങ്ങയുടെ അളവ് വ്യത്യാസം വരുത്തുക. ഇതിപ്പോൾ ഈ പാവയ്ക്കയ്ക്ക് ഈ മാങ്ങയുടെ പകുതി മതിയാവും. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് മാങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്ക മുറിച്ചിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കയ്ക്ക് കയ്പുണ്ടെങ്കിൽ കയ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ പാവയ്ക്ക റെസിപ്പീസിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ആ സമയത്ത് തന്നെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി വയ്ക്കുക. ഇതിൽ കുറച്ച് ഉള്ളിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആദ്യം പാവയ്ക്ക മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്ക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും പാവയ്ക്ക തീയൽ ഉണ്ടാക്കാനൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുക. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല കട്ട് ചെയ്യുന്ന രീതിയിലൊന്നും. ഈ സീഡ്സ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു തിക്നെസ്സോടുകൂടി മുറിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയും എല്ലാം ചേർന്ന് കുക്കായി വരുമ്പോൾ ചെറിയ തിക്നെസ് ഉണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില റെസിപ്പികളിൽ നമ്മൾ തിക്നെസ് കുറച്ച് കട്ട് ചെയ്യാറുണ്ട്, ചില റെസിപ്പികളിൽ ചെറിയൊരു തിക്നെസ്സോടെ കട്ട് ചെയ്യാറുണ്ട്. അത്രയേ ഉള്ളൂ പാവയ്ക്ക കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അധികം തിക്കായി പോകണ്ട. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ പാവയ്ക്കയും കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതാ നമ്മുടെ പാവയ്ക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് പുളി കുറവായിരുന്നു, അതുകൊണ്ട് മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. മാങ്ങ കുക്കാവാൻ എളുപ്പമുള്ള വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പാവയ്ക്ക് ഒരു 10 മിനിറ്റ് ഇതുപോലെ വയ്ക്കുക. അപ്പോഴാണ് അതിൻ്റെ കയ്പൊന്ന് കുറഞ്ഞു വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു 2 ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 ഇതൾ കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പാവയ്ക്ക 10 മിനിറ്റ് ആയിട്ടോ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പാവയ്ക്ക ഇതുപോലൊന്ന് പിഴിയുന്നുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ആ പാവയ്ക്കയുടെ കയ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വൈറ്റ് പാവയ്ക്കയ്ക്ക്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ പാവയ്ക്കൊക്കെയാണ് കയ്പ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ കറി റെഡിയാക്കുന്നതെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു കയ്പുള്ളത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഇനി പാവയ്ക്കയിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നമ്മളിപ്പോൾ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങയും കൂടി കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. മാങ്ങ നമ്മളിപ്പോൾ തന്നെ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും മാങ്ങയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ പച്ചമുളക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് കുക്കറിൽ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പാവയ്ക്ക കുക്കറിൽ കുക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എത്ര വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും ചട്ടിയിലാണ് പാവയ്ക്ക കുക്ക് ചെയ്യുക, അതുകൊണ്ടാണ്.
പിന്നെ ഒരു 4-5 ഇതൾ കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 4-5 ഉള്ളി ഇതുപോലെ നീളത്തിൽ അങ്ങോട്ട് മുറിച്ച് ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആണെങ്കിൽ 10 വരെ ചേർക്കാം. ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർക്കില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്കയിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ മാങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ആവശ്യം വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. നന്നായിട്ട് കുക്കായി പോകണ്ട. പാവയ്ക്ക ഒന്ന് തിളച്ചൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് 3 മിനിറ്റ് തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തിളച്ച് തുടങ്ങിയിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇനി പാവയ്ക്കയും മാങ്ങയും ചേർന്ന് ഒന്ന് കുക്കായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ മാങ്ങയും കൂടി കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ മാങ്ങ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലുണ്ട്. വെള്ളം കുറവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും മാങ്ങയൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എരിവ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു പച്ചമുളകും കൂടി ഒന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അധികമൊന്നും കുറവില്ല. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ അധികം വെള്ളമായിട്ടല്ല ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ്. ഇനി ഇതിലേക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അരപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ, ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഇതൊന്ന് കുറുകൂട്ടൊന്ന് അരപ്പൊന്ന് ചൂടായി വരുമ്പോഴേക്ക് വീണ്ടും ഗ്രേവി തിക്കായി വരും. അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും അതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ അങ്ങ് തിളച്ചു പോകരുത്, ഒന്ന് നന്നായിട്ട് ചൂടായി ആവി വരണം. ആ രീതിയിൽ ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മുടെ ഒഴിച്ചുകറികളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇതിലേക്ക് മാങ്ങയ്ക്ക് പകരമായിട്ട്, മാങ്ങ ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് പകരമായിട്ട് കുടംപുളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് ഈ സെയിം കറി തന്നെ. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഇതാകുമ്പോൾ ആ മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും വരിക. നന്നായിട്ട് ആവി വരണം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, തിളച്ച് പോരുത്. പിന്നെ നമ്മുടെ ചട്ടിയിൽ ഇരുന്നിട്ട് ചട്ടിയുടെ ചൂടുകൊണ്ട് ഒന്നുകൂടി കുറുകി വരും. അതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് ആവി വരുന്നുണ്ട്. തിളച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും ഒന്നുകൂടി കുറുകിക്കോളും. അപ്പോൾ തേങ്ങയുടെയും ഉള്ളിയുടെയും ജീരകത്തിൻ്റെ എല്ലാം ആ റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മൾ വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. സാധാരണ നമ്മൾ ഒഴിച്ചുകറികളിൽ ചേർക്കാത്തൊരു കാര്യം ഇതിലേക്ക് ചേർക്കണം, കുറച്ച് ഉലുവ. ഈ പാവയ്ക്ക തേങ്ങ അരച്ച കറിയിൽ വറവ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. അപ്പോഴാണ് നമ്മുടെ പാവയ്ക്ക കറിയുടെ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഉലുവയും കടുകും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനി വറ്റൽമുളക് ഈ കറിയിൽ നമ്മൾ ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ വറ്റൽമുളകിൻ്റെ എരിവും കൂടി കറിയിലേക്ക് പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് 4-5 ചേർക്കാമെന്ന് പറഞ്ഞത്.
അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഭംഗിയുള്ള കളറായില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചില കറികളിൽ മാത്രമേ നമ്മൾ ഈ ഒരു ടിപ്പൊക്കെ ചെയ്യാറുള്ളൂ. കറിയുടെ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുക ആദ്യം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ മുളക് പൊടിയും ഒന്ന് കുക്കായി വരണം. ഈ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് തന്നെ അത് കുക്കായിക്കോളും. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മാങ്ങക്കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക. കുറച്ച് പയറും കൂടി ഉണ്ടെങ്കിൽ, നമ്മുടെ ചെറുപയറും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുന്നൊന്നുമില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ആ വറവിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ എന്തായാലും എല്ലാവരും പാവയ്ക്കയും മാങ്ങയും ചേർത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തിളച്ച് ചൂടോടുകൂടെ തന്നെ ഞങ്ങൾ സെർവ് ചെയ്യരുത് കേട്ടോ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. Bye.